കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബെനിഫിൻ. സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസ്സിൽ നിക്ഷേപിക്കാം. ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2024 ഡിസംബർ 17 ചൊവ്വാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ ദേശീയ ദിനാഘോഷങ്ങളുടെയും രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെ സ്ഥാനാരോഹണത്തിന്റെയും 25ാം വാർഷികത്തിന്റെയും ഭാഗമായി സഖീർ പാലസിൽ വിവിധ പരിപാടികൾ നടന്നു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെയും ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവിന്റെ പ്രതിനിധി എഡിൻബർഗ് ഡ്യൂക്ക് എഡ്വേർഡ് രാജകുമാരന്റെയും സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ ഹമ്മദ് രാജാവ് ദേശീയദിന സന്ദേശം നൽകി. രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പ്രമുഖ വ്യവസായി രവി പിള്ളയടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ഓണററി മെഡലുകളും ചടങ്ങിൽ രാജാവ് സമ്മാനിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ ഭാഗമായ ബഹ്റിൻ പോസ്റ്റ് സ്മരണിക സ്റ്റാമ്പുകളുടെ ശേഖരം പുറത്തിറക്കി. ഇത് എല്ലാ തപാൽ ശാഖകളിലും തപാൽ മ്യൂസിയത്തിലും ലഭിക്കും. 5 സ്റ്റാമ്പുകൾ അടങ്ങുന്ന ഷീറ്റിന് 5 ദീനാറാണ് നിരക്ക്. ബഹ്റിൻ പ്രതിഭയുടെ 40ാം വാർഷിക ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കേരളീയ സമാജത്തിൽ വെച്ച് നടന്നു. അശ്വമേധം ഫെയിം GS പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബഹ്റിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി മുഖ്യാതിഥിയായിരുന്നു. ബഹ്റിൻ പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രസിഡന്റ് ബിനു മണ്ണിൽ അധ്യക്ഷത വഹിച്ചു. 40ാം വാർഷിക ആഘോഷങ്ങളുടെ സംഘാടക സമിതി ചെയർമാൻ P. ശ്രീജിത്ത്, ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, പ്രതിഭാ സ്ഥാപകാംഗം CV നാരായണൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ സുബൈർ കണ്ണൂർ, പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗം AV അശോകൻ, പ്രതിഭാ ജോയിന്റ് സെക്രട്ടറി സജിഷ പ്രജിത്ത്, വനിതാവേദി സെക്രട്ടറി റീഗ പ്രദീപ്, സാമ്പത്തിക വിഭാഗം കൺവീനർ NK വീരമണി എന്നിവർ ആശംസകൾ നേർന്നു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റാം നന്ദി പ്രകാശിപ്പിച്ചു. GS പ്രദീപ് നയിച്ച പ്രതിഭ മലയാളി ജീനിയസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ശ്രീജ ബോബിക്ക് 1,11,111 രൂപയും പ്രത്യേകം തയ്യാർ ചെയ്ത ഫലകവും സമ്മാനിച്ചു. 300-ൽ പരം മത്സരാർത്ഥികളിൽ നിന്ന് അവസാന റൗണ്ടിൽ ഇടം നേടിയ അനീഷ് മാത്യു, ഷാജി KC, ജോസി തോമസ്, സലീം തയ്യിൽ, സോണി KR എന്നിവർക്ക് 11,111 രൂപയും ഫലകവും നൽകി. പ്രതിഭാ ബാലവേദി അംഗങ്ങൾ അവതരിപ്പിച്ച നൃത്തം പൂമാതെ പൊന്നമ്മ, കലാമണ്ഡലം ജിദ്യ ജയൻ പരിശീലിപ്പിച്ച നൃത്തമായ പഞ്ചതളം, ശ്രീനേഷ് ശ്രീനിവാസിന്റെ ശിഷ്യർ അവതരിപ്പിച്ച നൃത്തമായ വിബ്ജിയോർ, ഡോക്ടർ ശിവകീർത്തി രവീന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച ഡേ സീറോ ദി ലാൻഡ് വിത്തൌട്ട് വാട്ടർ, പ്രതിഭാ അംഗങ്ങൾ അവതരിപ്പിച്ച സംഗീത നാടകം, മധുലാൽ കൊയിലാണ്ടി അവതരിപ്പിച്ച സൗണ്ട് മാജിക്, മിമിക്രിയിലൂടെ ഒരു യാത്ര എന്നീ കലാപരിപാടികളും, MTയുടെ വിവിധ രചനകളെ ആസ്പദമാക്കി VR സുധീഷ് രചിച്ച അന്തരിച്ച നാടക കലാകാരൻ പ്രശാന്ത് നാരായണൻ രംഗഭാഷ ഒരുക്കി വിനോദ് V ദേവൻ സംവിധാനം ചെയ്ത മഹാസാഗരം എന്ന നാടകവും അരങ്ങേറി. കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ മനാമ സെന്ററുമായി സഹകരിച്ചുകൊണ്ട് സ്നേഹസ്പർശം എന്ന പേരിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഡിസംബർ 31 വരെ സൗജന്യമായി ആവശ്യമുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കൺസൾട്ടേഷനും നൽകി. 30 ദിനാറിന് മേൽ ചിലവ് വരുന്ന ടെസ്റ്റുകളാണ് ക്യാമ്പിൽ നൽകിയത്. 500-ൽ പരം പേർ പങ്കെടുത്ത ക്യാമ്പിൽ വിറ്റാമിൻ D, വിറ്റാമിൻ B12, തൈറോയിഡ് എന്നീ ടെസ്റ്റുകൾ മിതമായ നിരക്കിൽ പരിശോധിക്കാനുള്ള സൗകര്യവും ഡിസ്കൗണ്ട് കാർഡുകളും ആശുപത്രി അധികൃതർ നൽകി. ജനറൽ സെക്രട്ടറി ജ്യോതിഷ് പണിക്കർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് ജോണി താമരശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് മെമ്പർ ബിജു ജോർജ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ആശുപത്രി പ്രതിനിധികളായ ഉണ്ണികൃഷ്ണൻ, നൌഫൽ എന്നിവരും പങ്കെടുത്ത പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ലേഡീസ് വിംഗ് പ്രസിഡന്റ് രാജലക്ഷ്മി സുരേഷ് നന്ദി രേഖപ്പെടുത്തി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ബഹ്റിൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ആസ്റ്റർ ക്ലിനിക് ബുദൈബിയ ബ്രാഞ്ചുമായി സഹകരിച്ച് എറണാകുളം പ്രവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ബഹ്റിൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പ്രസിഡന്റ് വിവേക് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മെഡിക്കൽ ക്യാമ്പ് ഫെഡ് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സ്റ്റീവൻസൺ സ്വാഗതം പറഞ്ഞു. ഡോക്ടർമാരായ അനസ് മുഹമ്മദ്, സുജാത ഭരത്, സുനിൽ സിത്താറാം, സാദിഖ് ബാബു, ഫൈസ ബാർബർ, ആശ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ തേജസ്, നഴ്സിംഗ് ഹെഡ് ഫവാസ്, സാമൂഹിക പ്രവർത്തകരായ ബദറുദ്ദീൻ പൂവാർ, മുസ്തഫ പട്ടാമ്പി എന്നിവർ ക്യാമ്പിന് ആശംസകൾ നേർന്നു. ജോയിന്റ് സെക്രട്ടറി സുനിൽ ബാബു ക്യാമ്പിൽ നന്ദി രേഖപ്പെടുത്തി. മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ ബഹ്റിൻ ദേശീയ ദിനം സമുചിതമായി ആഘോഷിച്ചു. ആഘോഷ പരിപാടികൾ സെൻട്രൽ മാർക്കറ്റിലെ പ്രമുഖ വ്യവസായി അബ്ദുൾ റദ അൽ ബുസ്താനി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ മുഖ്യാതിഥിയായിരുന്നു. MCMA മുഖ്യ രക്ഷാധികാരി റഹീം ബാവ ആശംസകൾ നേർന്ന പരിപാടിയിൽ പ്രസിഡന്റ് യൂസഫ് മാമ്പട്ടുമൂല, സെക്രട്ടറി അഷ്കർ പുഴിത്തല എന്നിവരും സംസാരിച്ചു. വോയിസ് ഓഫ് ട്രിവാൻഡ്രം ബഹ്റിൻ ദേശീയ ദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് CBK കുര്യൻ, സെക്രട്ടറി അരവിന്ദ്, വൈസ് പ്രസിഡന്റ് മനോജ് വർക്കല, വനിതാ വിഭാഗം പ്രസിഡന്റ് അനുഷ്മ പ്രശോഭ, സെക്രട്ടറി ആയിഷ സിനോജ്, റംസി മുനീർ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, മധുര വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. ജോയിന്റ് സെക്രട്ടറി സെൻ ചന്ദ്രബാബു നന്ദി രേഖപ്പെടുത്തി. ബഹ്റിനിലെ കലാസാംസ്കാരിക സംഘടനയായ 7 ആർട്സ് കൾച്ചറൽ ഫോറം ബഹ്റിന്റെ ദേശീയ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രസിഡന്റ് ജേക്കബ് തേക്കുതോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 7 ആർട്സ് ചെയർമാൻ മനോജ് മയ്യന്നൂർ, വാർഷിക കമ്മിറ്റി ചെയർമാനും സാമൂഹിക പ്രവർത്തകനുമായ മോനി ഓടിക്കണ്ടത്തിൽ, ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ബിജു ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സന്നിഹിതരായിരുന്നു.